പിന്നെ ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ ഒരാൾ പറഞ്ഞ വേറൊരു കളവുണ്ട്. അതെന്താ? അന്ന് വെച്ചു കൊടുത്ത എന്തോ ഒരു സലഫിയാണ്, അയാളെ പേര് എനിക്കറിയില്ല, ഒരു കഥയില്ലാത്തൊരു സാധു. അയാൾ പറയുന്നു വെച്ചു കൊടുത്തു. ഞാനിവിടെ വന്നു, പണ്ട് എന്നെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ആള് ഞാനാണ്. ഞാനിവിടെ വന്നിട്ട് മൗലിദ് കിതാബിലുള്ളത് മുഴുവൻ ശരിയല്ല എന്ന് അലവി സഖാഫി പറഞ്ഞു. ഒന്ന് കേട്ടോളൂ. നമുക്കറിയാം, ഇവിടെ വെച്ചാണ് കേരളത്തിൽ 150ഉം 200ഉം മുഖാമുഖങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെടുന്ന, അത് ഒറ്റയ്ക്ക് കണക്കിൽ കഴിച്ചിരിക്കണേ, 150 200 500ഓളം മുഖാമുഖം നടത്തിയിരുന്നു. നോണ പറയല്ലേ, പറയുമ്പോ തന്നെ ശരിക്കും പറയും. എന്നിട്ട് ബാക്കി ഒരു ഉസ്താദ് വന്നുകൊണ്ട് മൗലിദ് കിതാബുകളിൽ തെറ്റുണ്ട്, മൗലിദ് കിതാബുകളിലുള്ളത് മുഴുവൻ ശരിയല്ല എന്ന് പരസ്യമായി കേരളത്തിലെ മുസ്ലിങ്ങളോട് പ്രഖ്യാപിച്ചത് ഈ വല്ലപ്പുഴയിൽ വന്നുകൊണ്ടാണ്. മൗലിദ് കിതാബിലുള്ളത് മുഴുവൻ ശരിയല്ലാതെ അലവി സഖാഫി ഇവിടെ പ്രഖ്യാപിച്ചത് ഈ വല്ലപ്പുഴയിലാണ്. ഇയാൾക്ക് വല്ല കഥ അറിയോ? എന്താ ആ ചർച്ച നയിച്ചത്? ഞാനാ, അലവി സഖാഫിയാണ്. എന്താ മുജാഹിദ് എല്ലായിടത്തും ഒട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യ. എന്താ ആകെ 3 മൗലിദേ അംഗീകരിക്കുള്ളൂ എന്ന് അലവി സഖാഫി പറഞ്ഞു. വല്ലപ്പുഴയിൽ വെച്ച് പറഞ്ഞു 3 മൗലിദേ അംഗീകരിക്കുള്ളൂ, വേറെ ഒന്നും അംഗീകരിക്കൂല. സബീല കിതാബ് തള്ളി, 66 വക തള്ളി. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്? ഒന്ന് വെച്ചു കൊടുത്താ ഞാൻ അന്ന് എന്താ പറഞ്ഞത്? സുന്നികൾ അംഗീകരിക്കുന്ന മൗലിദ് 3 എന്നല്ല, ലക്ഷക്കണക്കിന് മൗലിദുകൾ ഉണ്ട് എന്ന് അന്ന് അലവി സഖാഫി പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞ ക്ലിപ്പ് ഇന്നും ലഭ്യമാണ്. യൂട്യൂബ് ചെക്ക് ചെയ്ത് നോക്കി, അതിൽ കാണാം. വെച്ചു കൊടുത്താ സുന്നികളായ ഞങ്ങള് അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന്, ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്. സുന്നികളായ ഞങ്ങള് അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന്, ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്. സുന്നികളായ ഞങ്ങള് അംഗീകരിക്കുന്ന മൗലിദുകൾ ലക്ഷക്കണക്കിന്, ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്. പക്ഷെ ഇവര് നാട്ടുകളിൽ നടപ്പുള്ളത് എന്ന് പറയുന്നതിൽ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകളുടെ ലിസ്റ്റ് നമ്മൾ നേരം വിളിക്കുമ്പോൾ ഇന്നല്ല നാളല്ല മറ്റന്നാൾ കഴിഞ്ഞാൽ തീരൂല. മനസ്സിലാവുള്ളൂ. കാരണം അത്രയ്ക്ക് ഇമാമുകൾ റസൂലുള്ളാഹിയുടെ മൗലിദ് എഴുതിയിട്ടുണ്ട്. ഉദാഹരണം പറയാം, റസൂൽ ഉണ്ടാവും ചെയ്യാമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദുകൾ മഹാത്മാക്കളെ എഴുതിയതിന് ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിന് വരും. അപ്പൊ അതെല്ലാം കൂടി ലിസ്റ്റാക്കണം എന്ന് പറഞ്ഞാൽ വിഡിത്താണ്. അതാണ് ഞങ്ങൾ തിരിയണ കോലത്തിൽ ആദ്യം പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അത് ഏതാനും ജോലി പറയട്ടെ, അവിടുന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് പറയാറ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണോ അല്ലേ? ഞങ്ങൾ പറയും. അല്ലെങ്കിൽ അത് വാദപ്രതിവാദത്തിൽ വെച്ച് ചോദിക്കും, പറയും. അതാണ് ബെസ്റ്റ്. അതൊക്കെ പാടെ ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ വാദപ്രതിവാദം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പിന്നെ നമ്മൾ വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞങ്ങൾ പറയുന്നത്. ലക്ഷക്കണക്കായ മൗലിദുകളുണ്ട്, അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ അത് അപ്രായോഗികമാണ്, കഴിയില്ല. ഇപ്പൊ ഈ ഞങ്ങൾ എഴുതി രേഖപ്പെടുത്തി തന്ന 3 മൗലിദ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നത് തന്നെയാണ്, ഉറപ്പാണ്. ഇതിനർത്ഥം വേറെ അംഗീകരിക്കണം ഉണ്ടോ ഇല്ല എന്നുള്ള വിഷയം ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇത് അംഗീകരിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ വേറെ ഒരുപാടുണ്ട്, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഏടുകൾ മൗലിദുകളുണ്ട്. അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കുന്നതാണ് അപ്രായോഗികമാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ വേറെ ഒരുപാടുണ്ട്, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഏടുകൾ മൗലിദുകളുണ്ട്. കണ്ടോ, ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിന് 10,000-കണക്കിന് മൗലിദ് ഞങ്ങൾ അംഗീകരിക്കും. അന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ മൗലാദ് ഇപ്പോഴും പറയും 3 മൗലിദ് അംഗീകരിക്കുള്ളൂ. എന്താ ഈ 3 മൗലിദിന്റെ കഥ? വാദപ്രതിവാദം ചെയ്യുമ്പോഴോ മിനിമം 3 ഉള്ള മൗലിദൊക്കെ പാടെ ഒരു ദിവസം വാദപ്രതിവാദം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് 1-ാം ഘട്ടം 3 അത് പോരാറും. എന്നാ 1-ാം ഘട്ടം 5 മൗലിദ് ഞാൻ പറഞ്ഞു അന്ന്. ഒന്ന് വെച്ചു കൊടുക്കും. അതൊക്കെ അന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇപ്പോൾ അതിപ്പോഴും തുടങ്ങനെ പറയാം. വെച്ചു കൊടുക്കും. 1-ാം ഘട്ടം ഈ 3 മൗലിദുകൾ, 1-ാം ഘട്ടം ഈ 3 മൗലിദ്. 2-ാം ഘട്ടം ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന അടുത്ത 3 മൗലിദ്, പിന്നെ 3 മൗലിദ് നടക്കട്ടെ. സംവാദത്തിന്റെ ശൃംഖല തന്നെ നടക്കട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉറപ്പുള്ള ഒരു 5 കൂടെ പറഞ്ഞല്ലോ. 2 കൂട്ടർക്കും തർക്കമില്ലാത്ത, ഐക്യവേദിക്കും സംശയമില്ലാത്ത, എല്ലാവർക്കും സുസമ്മതമായ ഈ 5 അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലിദുകൾ കുറെ ഉണ്ടല്ലോ, അത് പരിശോധിച്ചിട്ട് ഉറപ്പ് തകരാറില്ലാതെ ഞങ്ങൾ പറയും ഞങ്ങളുടെ കാലത്തിൽ അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് വാദപ്രതിവാദം ഇതാണെന്ന് പറഞ്ഞത്. അതായത് ആകെ 3 മൗലിദുകളെ അംഗീകരിക്കുള്ളൂ എന്നല്ല, മൗലിദുകൾ. പിന്നെ ഇവിടെ അയാൾ പറഞ്ഞെന്താ, മൗലിദിന്റെ കിതാബിലുള്ള എല്ലാം അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. അതെന്താ സാഹചര്യം എന്ന് നിങ്ങൾ ഓർക്കണം. മൗലിദ് കിതാബുകൾ കൂടുതലും അച്ചടിച്ചു വിടുന്നത് മുജാഹിദുകളാണ്. നിങ്ങൾ പഠിക്കണം. അതൊക്കെ അന്ന് ഞാൻ വിശദീകരിച്ചതാ. തിരൂരങ്ങാടി പ്രസ്സില്ല കുറെ, അൽ മുർഷിദ് പ്രസ്, CH പ്രസ്, ഇതൊക്കെ ആരതാ? ഇവിടെ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി നടക്കുന്ന മുജാഹിദുകളുടെ പ്രസ്സ. അതിൽ നിന്നാണ് ഇത് ഇറക്കുന്നത്. അതിൽ കുറെ തിരിമറികൾ മുജാഹിദ് നടത്തിയിട്ടുണ്ട്.
ഒരുപാട് തിരിമറികൾ മൗലിദുകൾ പഴയ കാലത്ത് വിരചിതമായതിനേക്കാളും മാറ്റി മറിച്ച് അവർ കുറെ മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള ഏടുണ്ടല്ലോ, അത് ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറയാൻ പറ്റൂല, പരിശോധിച്ച ശേഷമേ പറ്റുള്ളൂ. അന്ന് അലവി സഖാഫി പറഞ്ഞത് അങ്ങനെയാണ്. ഇതിലൊരു തെറ്റൂല. ഞങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉള്ളത്. മുജാഹിദുകളെ പ്രസ്സിൽ നിന്ന് അടിക്കുന്ന ഈ മൗലിദുകളിൽ ഒരുപാട് തിരിമറികളുണ്ട്. അത് ഒരു ദിവസം ഒറ്റക്ക് പറഞ്ഞാൽ തീരൂല. അത് ഞാൻ പിന്നെ വേണമെങ്കിൽ പിന്നെ പറയണത്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് ആ പറഞ്ഞത്. അത് ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ ഉള്ളത്, ഒരു മാറ്റമില്ല. പക്ഷെ നമ്മൾ പറയാത്ത കളവുകളാണ് ഇവിടെ മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.